നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ദുബായിൽ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഉണർവേകിക്കൊണ്ട് സന്ദർശകരുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. അടുത്ത ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 15-ന് തുടങ്ങും. അതിനാൽ ഇനിയും വിനോദസഞ്ചാരികൾ നഗരത്തിലേക്ക് കുതിക്കുമെന്നുറപ്പാണ്. 49 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മഹാമേള 2023 ജനുവരി 29-നാണ് അവസാനിക്കുന്നത്. ദുബായിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. നഗരങ്ങളെ മാത്രമല്ല, ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ദുബായിലെ നാട്ടിൻപുറങ്ങളെയും വന്യമൃഗ സങ്കേതങ്ങളെയും ഏറ്റവും ആസ്വാദികരവും മനോഹരമാക്കുക എന്നതാണ് എന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. ദുബായിലെ ഗ്രാമപ്രദേശങ്ങളിലും വനം പ്രദേശങ്ങളിലും ഞങ്ങൾ വ്യത്യസ്തവും പുതിയതുമായ ടൂറിസ്റ്റ് അനുഭവങ്ങൾ നൽകും. ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പുതിയ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾക്കും മരുഭൂമിയിലെ സ്പോർട്സ് സ്റ്റേഷനുകൾക്കും പുറമെ 100 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടൂറിസം ഇടനാഴി നിർമ്മിക്കാനാണ് ദുബായ് പദ്ധതിയിടുന്നത്. എമിറേറ്റിലെ ഗ്രാമപ്രദേശങ്ങളും വന്യജീവി സങ്കേതങ്ങളും വികസിപ്പിക്കുന്നതിനായുള്ള സമഗ്ര പദ്ധതിക്ക് ഭരണാധികാരി അംഗീകാരം നൽകി. ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും UAE ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർക്കൊപ്പം സൈഹൽ സലാമിലെ ഡ്യൂൺസ് പ്ലാറ്റ്ഫോം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ദുബായിലെ അൽ ലിസൈലി, അൽ അവീർ തുടങ്ങി നിരവധി മേഖലകളെ ഉൾക്കൊള്ളുന്നതാണ് മൊത്തം 2216 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വികസന പദ്ധതി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ദുബായിലെ നാട്ടിൻപുറങ്ങളെയും വന്യമൃഗ സങ്കേതങ്ങളെയും ഏറ്റവും ആസ്വാദകരവും മനോഹരമാക്കുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദുബായ് അർബൻ പ്ലാൻ 2040-ന് അനുസൃതമായി അടുത്ത 20 വർഷത്തേക്ക് ഒരു സമഗ്ര പദ്ധതിക്കായി ദുബായ് ഗ്രാമപ്രദേശ ഗ്രാമവികസന മാസ്റ്റർ പ്ലാൻ പ്രവർത്തിക്കും. ദുബായിയുടെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരിട്ട് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കും ഗ്രാമീണ മേഖലകളുടെ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഓരോ ജില്ലയ്ക്കും പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന രീതിയിലായിരിക്കും മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക. ഓരോ ജില്ലയിലെയും കർഷകർക്ക് അവരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവസരങ്ങൾ നൽകും. ദുബായിലെ ഗ്രാമപ്രദേശങ്ങളെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റും. എന്നാലും നിലവിലെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി വൻ പദ്ധതിയാണ് ദുബായിൽ വരാൻ പോകുന്നത്. ഇത് പ്രവാസികൾക്കും ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. കാരണം മികച്ച തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനവും ഈ പദ്ധതിയിലൂടെ നടപ്പാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.